രാത്രി എന്നെ ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ വിലപ്പെട്ട രാത്രി, ഈ വിലപ്പെട്ട 7-ാം മാസത്തിന്റെ 1-ാമത്തെ ദിവസം, 1-ാമത്തെ രാത്രിയിൽ എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഭാഗ്യകരമാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ മാനിക്കട്ടെ. ആ വായിച്ച സങ്കീർത്തനം 3-ാം സങ്കീർത്തനമാണ്. അതിന്റെ 3-ാമത് വാക്യം വായിച്ചത്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. സ്തോത്രം. നീയോ യഹോവേ. വായിച്ചാട്ടെ. നീയോ യഹോവേ. സ്തോത്രം. നീയോ യഹോവേ എനിക്ക് ചുറ്റും. ആർക്ക്? നമുക്ക് ചുറ്റും. ഹല്ലേലൂയ. കുടുംബത്തിന് ചുറ്റും, വ്യക്തികൾക്ക് ചുറ്റും, തലമുറകൾക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവരും ആകുന്നു. നമ്മുടെ ദൈവമാര മഹത്വത്തിന്റെ പ്രഭു, മഹത്വത്തിന്റെ രാജാവ്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ദൈവം മഹത്വമായവനാണ്. ദൈവത്തിന്റെ മഹിമ, ദൈവത്തിന്റെ മഹത്വം സ്വന്തം കണ്ണുകളാൽ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ജനമാണ് ഞാനും നിങ്ങളും. അത് ആമേൻ. ഹല്ലേലൂയ. ആ ദൈവത്തെ, മഹത്വമായവനെ, ദൈവത്തെ സന്തോഷിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിന് കഴിയുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മൾ ഇന്നലെ ചിന്തിച്ചു നിർത്തിയൊരു ഭാഗം ഇങ്ങനെയാണ്. ബുദ്ധിയുള്ള ഗലാത്യരെ, നിന്നെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന ദൈവമതിലിന് ശുദ്രം ചെയ്ത് ഉറക്കുവാൻ, മയക്കുവാൻ തന്ത്രശാലികളുണ്ട്, സൂത്രക്കാരന്മാരുണ്ട്. സ്തോത്രം. ഓരോ കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ, വ്യക്തികളെ നശിപ്പിക്കുവാൻ, സമൂഹങ്ങളെ നശിപ്പിക്കുവാൻ, തലമുറകളെ നശിപ്പിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്നവരെ നശിപ്പിക്കുവാൻ, സ്തോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് കഴിയുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ക്ഷുദ്രപ്രയോഗങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ അവൻ മയങ്ങിപ്പോകും. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ മയങ്ങും, ആരാധിക്കുമ്പോൾ ഉറങ്ങിപ്പോകും, നടക്കുമ്പോൾ ഉറങ്ങിപ്പോകും, ജോലി ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകും, ഉറക്കത്തിന് അടിമപ്പെട്ടു പോകും. ക്ഷുദ്രം ചെയ്ത് നമ്മെ മയക്കിക്കളയും. സ്തോത്രം. ആ വിഷയമാണ് ഇന്നലെ നമ്മൾ സ്തോത്രം ചിന്തിച്ച് നിർത്തിയ ഭാഗം. സ്തോത്രം. ആമേൻ. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. സ്തോത്രം. അമ്മ നിങ്ങളുടെ ചിന്തയിലേക്ക് ആ ഭാഗം അങ്ങനെ നിൽക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളത് ഈ ആഴ്ച ആ ഭാഗത്തോട് തുറന്നു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഹല്ലേലൂയ ഇത് 1-ാമത്തെ സ്പെഷ്യൽ മീറ്റിംഗ് ആയതുകൊണ്ടും വാഗ്ദത്തെ ആരാധന ആയതുകൊണ്ടും, സ്തോത്രം, ദൈവത്തിന് നന്ദി കരയറ്റുവാനുള്ള സന്ദർഭമായതുകൊണ്ടും ഹല്ലേലൂയ ആ വിഷയത്തെ നമ്മൾ ടച്ച് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ആ വിഷയത്തെ ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു മാസക്കാലം കർത്താവ് നമ്മെ പോറ്റി പുലർത്തി. അതിന് നന്ദി പറഞ്ഞിട്ട് അടുത്ത മാസം ഹല്ലേലൂയ ജൂലൈ മാസം 1-ാം തീയതി എന്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവമാരാ, നീയോ കർത്താവേ, നീയോ യഹോവേ. വായിച്ചാട്ടെ. എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നമുക്ക് പരിചയമായി, നമുക്ക് മഹത്വമായി, നമ്മെ തല ഉയർത്തി അല്ലെങ്കിൽ തലയെടുപ്പോടെ ദേശത്ത് നിർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കുവാനാണ്, ആ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നന്ദി കരയറ്റുവാനാണ് ഇത്രയും സമയങ്ങൾ, ഇത്രയും കഷ്ടപ്പെട്ട് കിലോമീറ്ററുകൾ താണ്ടി ഹല്ലേലൂയ സമയത്തെ ഹല്ലേലൂയ അവ സ്തോത്രം അവ വെടിഞ്ഞ് ആലയത്തിനകത്ത് വന്ന് എന്റെ ദൈവത്തെ നന്ദി കരയറ്റുന്നത് കഴിഞ്ഞ 6 മാസങ്ങൾ എന്റെ ദൈവം നിങ്ങളെ കാത്തു പരിപാലിച്ചത് കൊണ്ടാണ്. ആ ഇസ്രായേലിന്റെ പരിപാലകനെ സ്തുതിക്കുവാനും ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവമേ നീ ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാൻ നിങ്ങളെ വന്നിരിക്കുന്നത്.
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം ഇസ്രായേൽ മക്കളെ നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ അത് 2-ാം അധ്യായം 5-ാമത് വാക്യം വായിച്ചാണ്. യിരെമ്യാവ് 2:5. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാർ ആയിത്തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. സ്തോത്രം. ദൈവം വെല്ലുവിളിച്ച് ചോദിക്കൊരു ചോദ്യമാണ്. ഇന്ന് രാത്രി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഇവിടെ ഇരിക്കുന്ന ഞാനാകട്ടെ നിങ്ങളാകട്ടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളോട് ദൈവം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, എന്നിൽ എന്തൊരു അന്യായം കണ്ടു. സ്തോത്രം. ന്യായമല്ലാത്തത് പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അന്യായം പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് ഒരു ന്യായമുണ്ട്, ഒരു നേരുണ്ട്. നെറുകേട് മനുഷ്യൻ കാണിക്കുമ്പോൾ നമ്മുടെ ദൈവം അന്യായം കാണിക്കാറില്ല. ദൈവത്തിന് ന്യായമുണ്ട്, മുഖപക്ഷം കാണിക്കത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ നീതി ലഭിക്കണമെന്നില്ല. സ്തോത്രം. സാമ്പത്തികമുള്ളവനും സാമ്പത്തികമില്ലാത്തവനും തമ്മിൽ, ആൾബലമുള്ളവരും ആൾബലമില്ലാത്തവനും തമ്മിൽ, അധികാരമുള്ളവരും അധികാരമില്ലാത്തവരും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ സാമ്പത്തികമുള്ളവന്റെ കൂടെയും അധികാരമുള്ളവന്റെ കൂടെയും ആൾപ്പെരുപ്പമുള്ളവരുടെയും കൂടെ നിയമവും നിയമസംഹിതകളും മനുഷ്യരും അധികാരവർഗങ്ങളും അവർക്ക് കൂട്ടുനിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുക, ഞാൻ അന്യായം പ്രവർത്തിക്കുന്ന ദൈവമല്ല, എന്റെ പേര് ന്യായം പ്രവർത്തിക്കുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നവർ അവർക്കൊരു ന്യായമുണ്ട്. അവർ ഒരിക്കലും അന്യായം പ്രവർത്തിക്കുകയില്ല. ഇവിടെ നോക്കണമേ, ഇസ്രായേലിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ അധിപതിയായിരിക്കുന്ന ദൈവം അരുളി ചെയ്യുന്നു. വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ആമേൻ. ആരാ ദൈവത്തെ വിട്ടകന്നത്? ഈ തലമുറയല്ല, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്നു. ഇന്ന് ഈ രാത്രിയിൽ ഏതെങ്കിലും പിതാക്കന്മാർ ദൈവത്തെ വിട്ട് അകന്നവരുടെ കൂട്ടത്തിലാണ് എങ്കിൽ, ഏതെങ്കിലും മാതാക്കൾ ദൈവത്തെ വിട്ട് അകന്നവരുടെ കൂട്ടത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാനുള്ള ഒരവസരം കർത്താവ് വെച്ച് കിട്ടുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ അനുഗ്രഹിച്ച വഴി നടത്തിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ, ആഹാരം, വസ്ത്രം, പാർക്കുവാനുള്ള സൗകര്യങ്ങൾ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അടിമ മുഖത്തു നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ ചെങ്കടൽ കടത്തി പ്രതികൂലങ്ങളെ താണ്ടി ഹല്ലേലൂയ 40 വർഷത്തെ ഹല്ലേലൂയ അവരുടെ പ്രയാണത്തിൽ ഹല്ലേലൂയ നിരവധി ഇടങ്ങളിൽ അവർ കുറ്റിയടിക്കുവാനിടയാത്തുന്നു. നിരവധി ഇടങ്ങളിൽ അവർ സ്തോത്രം ചെണ്ടടിക്കുവാനിടയാത്തുന്നു. ആ കൂടാരങ്ങളൊന്നും അവർക്ക് നിത്യമായതല്ലായിരുന്നു. ആ കൂടാരങ്ങളെയെല്ലാം അവർ തള്ളിമാറ്റി അവർ അത് വേണ്ടെന്ന് വെച്ചിട്ട് അവർ കനാൻ ദേശത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. താൽക്കാലികമായ കൂടാരങ്ങളോ താൽക്കാലികമായ വസ്തുവകകളോ സമ്പത്തുകളോ ഭവനങ്ങളോ ബന്ധങ്ങളോ അല്ല, അതിനേക്കാൾ ഉപരിയായി എന്റെ ദൈവത്തെ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ ബന്ധമെന്ന് അവർ അതിൽ മനസ്സിലാക്കുവാനിടയാത്തുന്നു. എന്നാൽ പിതാക്കന്മാർ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ വിട്ട് അകന്നുപോയി. താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി, താൽക്കാലിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിട്ടകന്ന പിതാക്കന്മാർ അടുത്ത് അവർ ദൈവത്തെ വിട്ടിട്ട് മിഥ്യാമൂർത്തികളോട് ചേർന്നു. ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് അവർ മിഥ്യാമൂർത്തികളോട് ചേർന്നു. കരുവേലകത്തിന്റെ ചുവട്ടിലും മരത്തിന്റെ ചുവട്ടിലും മറ്റ് നിരവധി ഇടങ്ങളിൽ ഹല്ലേലൂയ മിഥ്യാമൂർത്തികളോടുകൂടെ അവർ ചേർന്നു. അടുത്ത് അവർ ആരായിത്തീർന്നു? വ്യർത്ഥന്മാരായിത്തീർന്നു.
ഒന്നിനും കൊള്ളാത്തവരായി തീർന്നു. ജീവനുള്ള അനുഗ്രഹിക്കുന്ന നിങ്ങളെ പുറപ്പെടുവിച്ച വാഗ്ദത്തം നൽകിയ ദൈവത്തെ വിട്ടകന്നപ്പോൾ അവർ വ്യർത്ഥന്മാരായി തീർന്നു, പാഴായി തീർന്നുവെന്ന്. അടുത്ത് അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. ദൈവത്തിന്റെ വെല്ലുവിളി. ഈ വെല്ലുവിളിക്ക് ഉത്തരം, സ്തോത്രം. ദൈവം പറയുന്നത്, ചുണയുള്ള തന്തയ്ക്ക് പിറന്നവരാണ് എങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇൻഡയറക്റ്റ് ആയിട്ട് ദൈവം നമ്മുടെ തന്തയ്ക്ക്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നന്ദിയില്ലാത്തവരാ ജീവിക്കാതെ നന്ദിയുള്ളവരാ ജീവിക്കുവാനാ ദൈവം പറഞ്ഞത്. നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വഴി നടത്തി, അവർക്ക് അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം ചെയ്തിട്ടും അവർ എന്നെ വിട്ടകന്നു. സ്തോത്രം. അവർ വ്യർത്ഥന്മാരായി തീർന്നു, ഒന്നിനും കൊള്ളാത്തവരായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവർ എന്നിൽ എന്തൊരു അന്യായമാണ് കണ്ടത്. സ്തോത്രം. നമ്മുടെ ദൈവം മഹത്വത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്, ഹല്ലേലൂയ, സ്തോത്രം, ഒരുവിധമായ ന്യൂനതകളോ കുറവുകളോ പറയുവാനില്ല. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്, ഹല്ലേലൂയ, പ്രവർത്തിക്കുവാൻ മനുഷ്യരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന്. സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഹല്ലേലൂയ. തന്റെ പിതാവായ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി. ഇന്ന് പകൽവേളയിൽ ഞാനും നിങ്ങളും, ഹല്ലേലൂയ, ചില സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നത്. സ്തോത്രം. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ഞാനും നിങ്ങളും എന്തൊക്കെ ശ്രമിച്ചാലും ഒന്നും നടക്കത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവം നമ്മെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പക്കലുള്ള ന്യായം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ പോകുക. സ്തോത്രം. ദൈവം ന്യായത്തിൽ നിന്ന് അണുവിടെ ഇടത്തോട്ടോ വലത്തോട്ടോ എന്റെ ദൈവം മാറുകയില്ല. സ്തോത്രം. ദൈവത്തിനൊരു ന്യായമുണ്ട്. അത് അന്യായമല്ല, ന്യായം. ആ ന്യായത്തിന് വള്ളിക്കോ പുള്ളിക്കോ വിഘ്നം സംഭവിക്കാതെ കർത്താവ് അതിനെ സൂക്ഷിക്കുവാനിടയാത്തരും. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 4-ാമത് വാക്യം അത് വായിച്ചാട്ടെ. സ്തോത്രം. ആവർത്തനം 32:4 ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. വായിച്ചാട്ടെ. അവൻ പാറ. ആര്? സർവശക്തനായ ദൈവം പാറയാണ്. പാറ ഉറപ്പിനെ കാണിക്കുന്നു. സ്തോത്രം. എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, എന്റെ ദൈവം, ഹല്ലേലൂയ, ഒന്ന് പ്രവർത്തിച്ചാൽ അത് ഉറപ്പുള്ളതാണ്. സ്തോത്രം. കാറ്റത്ത് ആടിപ്പോകുകയില്ല, അല്ല ചാഞ്ചാട്ടം ഉണ്ടാകുകയില്ല, ഉറച്ചു നിൽക്കും. അതിനർത്ഥം ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ഉറപ്പുണ്ടാകണം. ഈ 2024, ഹല്ലേലൂയ, 7-ാമത്തെ മാസത്തിൽ പ്രാരംഭമായിരിക്കുന്ന ഈ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, നമ്മുടെ ദൈവം പാറയാണ് എങ്കിൽ ഞാനും നിങ്ങളും, ഹല്ലേലൂയ, പാറ പോലെ ഉറപ്പുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ, ഭക്തിയിൽ, സ്തോത്രം, നമുക്കൊരു ഉറപ്പ് ഉണ്ടാകണം. അടുത്ത് അവന്റെ പ്രവൃത്തി അത്യുത്തമം. ദൈവത്തിന്റെ പ്രവൃത്തി ഏറ്റവും ഉത്തമമായതാണ്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മുകളിൽ പ്രവർത്തിക്കുവാൻ മനുഷ്യനെ കൊണ്ടോ മിഥ്യാമൂർത്തികൾക്കോ കൊണ്ടോ മന്ത്രവാദികൾക്കോ ശകുനവാദികൾക്കോ ആഭിചാരന്മാർക്കോ ഒരു ശാപത്തിലും അതിന്റെ മുകളിൽ കയറുവാൻ കഴിയുകയില്ല എന്ന് ഞാനൊരു ഹല്ലേലൂയ പ്രതീക്ഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഹല്ലേലൂയ പറയുകയും ചെയ്തു. സ്തോത്രം. അതിന് നന്ദി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? സ്തോത്രം. പ്രവൃത്തിയിൽ, ആമേൻ. ദൈവം പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കെടുത്തുവാൻ, തകർക്കുവാൻ ആരെക്കൊണ്ട് കഴിയുകയില്ല എന്ന്. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിന്റെ മക്കളാണ് ഞാനും നിങ്ങളും. അടുത്ത് അവന്റെ വഴികളൊക്കെയും ന്യായം. ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വഴികളൊക്കെയും ന്യായം. അന്യായം പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിനൊരു ന്യായമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം. കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുന്നവൻ, സ്തോത്രം, ഹല്ലേലൂയ, അവനെ ദൈവം തൃപ്തിയോടെ അനുഗ്രഹിക്കും. ദൈവം പറയുന്നു, സ്തോത്രം, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർ, ഹല്ലേലൂയ, എന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ,
അതിനകത്ത് ദൈവത്തെ അന്വേഷിക്കുന്നതിന് എന്തോ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറില്ല, ആരാധിക്കേണ്ട സമയം ആരാധിക്കാറില്ല. ഈ 2024 7 മാസത്തെ തീരുമാനമുണ്ട്. ഞാൻ വിശ്വസ്തനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. എന്റെ ദൈവം വിശ്വസ്തനാണ് എങ്കിൽ, എന്റെ പിതാക്കന്മാർ അവിശ്വസ്ത കാണിച്ചുവെങ്കിൽ, ഈ തലമുറ പറ ഞാൻ വിശ്വസ്തനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിശ്വസ്തനാകുവാൻ തീരുമാനിക്കുമ്പോൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി സ്തോത്രം. അവന്റെ വഴികളൊക്കെയും ന്യായമുള്ളതാണ്. ന്യായമുള്ള വഴികളിലൂടെ എന്റെ ദൈവം എന്നെ ഇതിൽ നടത്തുവാനിടയാത്തീരും. സ്തോത്രം. അടുത്ത അവൻ വിശ്വസ്തതയുള്ള ദൈവം. വിശ്വസിക്കുവാൻ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ട്, ഹല്ലേലൂയ, അവർ ഇവിടെ വന്ന് പ്രാർത്ഥന ഞാൻ നോക്കിയ ശേഷം വീടൊക്കെ ഇടിഞ്ഞു കിടക്കുന്നു. സ്തോത്രം. വാതില് കൂട്ടാൻ പറ്റുന്നില്ല. അവർ നോക്കിയപ്പോഴേ അവിടെ ലൈറ്റ് കിടക്കുമ്പോൾ തോന്നി അടുക്കള ഭാഗത്ത്. സ്തോത്രം. അവിടെ വാതില് പൂട്ടാൻ പറ്റും, വാതിൽ ഇത് വല്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ. അവർക്ക് ചോദിച്ചു, സ്തോത്രം, എങ്ങനെയാണ് ഈ വീട്ടിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത്? അവർക്ക് ഭയങ്കര ആശങ്കയാണ്. ഇന്നലെ രാത്രി എന്റെ കൂട്ടുകാരൻ രാജേഷിന്റെ പപ്പ മരണപ്പെട്ടു. ഞാനും ഭാര്യയും കൂടി പോകുന്ന സമയത്ത് അമ്മ നോക്കിയപ്പോൾ ഞങ്ങൾ 4 പേരും പോകുന്നിട്ട് അമ്മയ്ക്ക് തോന്നി. അമ്മ ഉടനെ തന്നെ എന്നോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ എല്ലാവരും പോവുകയാണോ? സ്തോത്രം. ഞാൻ പറഞ്ഞു, അമ്മ അത് ഞങ്ങൾ 4 പേരും കൂടെ പോവുകയാണ്. സ്തോത്രം. പെട്ടെന്ന് അമ്മയ്ക്കൊരു ഭയപ്പാടൊക്കെ ഉണ്ടായി. സ്തോത്രം. അല്ല, അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ? സ്തോത്രം. എനിക്കാണ് അങ്ങോട്ട് വരാനും പറ്റുന്നത്, കാരണം ഇത്രയും ദൂരം. ഞാൻ പറഞ്ഞു, നടന്നാണ് പോകുന്നത്. വണ്ടിയുടെ ചില പ്രശ്നങ്ങൾ നടന്നാണ് പോകുന്നത്. സ്തോത്രം. ഞാനും ഭാര്യയും കൂടെ ഇറങ്ങി തിരിച്ചപ്പോൾ മക്കള് പോകുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കൊരു ആശ്വാസമായി. കാരണം വേറൊന്നുമില്ല, അടച്ചുറപ്പില്ലാത്തൊരു ഭവനം. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യം, സ്തോത്രം, വാതിലില്ലെങ്കിലും എന്റെ ദൈവം ഒരു വാതിലാ നിൽപ്പുണ്ട്. സ്തോത്രം. എന്റെ ദൈവം പരിപാലകനാണ്. എന്റെ ദൈവം നെറുകേട് കാണിക്കത്തില്ല. എന്റെ ദൈവം അന്യായം പ്രവർത്തിക്കത്തില്ല. ദൈവത്തിന്റെ വഴികളിൽ ഒരു ന്യായമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ പപ്പ വർഷങ്ങളായി അവൻ ഇവിടെ ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ പഞ്ചായത്തിനകത്ത് അവൻ ഹല്ലേലൂയ സകല അവൻ ഹല്ലേലൂയ അവൻ ഇടങ്ങളിലും ചെന്ന് സകല മുമ്പന്മാരുടെ കാലുകൾ പിടിച്ച് അത് ഒരു ഭവനത്തിന് വേണ്ടി നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആ കൂട്ടായ്മയുടെ പേരെന്ത്? സ്തോത്രം. അയൽക്കൂട്ടമല്ലല്ലോ, പഞ്ചായത്ത് നടക്കുന്ന ഗ്രാമസഭ. ഗ്രാമസഭകളെല്ലാം പോകുന്നു. മിനിറ്റ്സിലൊക്കെ പേരുണ്ട്, എല്ലാറ്റിനും പേരുണ്ട്. പക്ഷേ സമയം പപ്പയുടെ ലൈഫ് പോയതിൽ കിട്ടിയില്ല. പക്ഷേ ഞാനൊരു തീരുമാനമെടുത്തു. എന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു വിട്ടില്ലെങ്കിലും, എനിക്കൊരു നല്ലൊരു വീട് ഞാൻ പണിതില്ലെങ്കിലും, എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു ആലയം പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 19 വർഷത്തെ എന്റെ കരച്ചിൽ ഒരാലയം പണിയുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഒത്തിരി ഹല്ലേലൂയ സുഹൃത്തുക്കളോട് ഞാൻ വിഷയങ്ങൾ കൈമാറി, അവിടെയും ഞാൻ പരാജയപ്പെട്ടു. പക്ഷേ ഇല്ലായ്മയിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. എന്റെ ഭവനം പണിതിനേക്കാൾ ഉപരിയായി, എന്റെ മകളെ കെട്ടിക്കുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുമെന്ന്. ആലയം പണി ആരംഭിച്ച് 2 മാസം പൂർത്തിയാകുന്നതിന് മുന്നേ എന്റെ ദൈവം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ആലയം പണിതിട്ട് നീ ചോർന്നൊലിക്കുന്ന ഇടിഞ്ഞ വീട്ടിനകത്ത് നീ കിടക്കണ്ട, നിനക്ക് വേണ്ടി ഞാനൊരു വീട് പണിയുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ വിളിച്ചിട്ട് പറഞ്ഞു, പഞ്ചായത്ത് അധികാരി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു വീട് ഉണ്ട് എന്ന്. സ്തോത്രം. ഇന്ന് ഞങ്ങൾ ബോർഡ് വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഫണ്ട് ലഭിച്ചാൽ ആദ്യത്തെ വീട് ഞങ്ങൾക്ക് തരുമെന്ന് ഹല്ലേലൂയ അവിടുത്തെ സെക്രട്ടറിയും അവിടുത്തെ ഹല്ലേലൂയ സ്തോത്രം മറ്റു ഉദ്യോഗസ്ഥരും പറയുകയുണ്ടായി. വളരെ സന്തോഷമായി. ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുവാൻ, ദൈവത്തിന് വേണ്ടി ഒരു വീട് പണിയുവാൻ തയ്യാറായപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു വീട് പണിതു. ഇന്ന് മകൻ ദൈവത്തെ മാനിച്ച, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്താൽ, ദൈവത്തിന് നന്ദി കരയറ്റിയ, ദൈവത്തിന്റെ വഴിയിൽ ഒരു ന്യായമുണ്ടെന്ന് മാത്രം അഭിമാനത്തോടെ ചാർജ് പറയുകയാ. ദൈവത്തിന് കൊടുക്ക. നീ ഇത് സമയം, സമ്പത്ത്, ആയുസ് കൊടുത്തു നോക്ക്. ദൈവം നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കും. അടുത്ത ഭാഗം. വ്യാജമില്ലാത്തവൻ. ദൈവത്തിന് മറ്റൊരു പേര്, ദൈവത്തിന്റെ ഒരു സ്വഭാവം വ്യാജമില്ലാത്തവൻ. കള്ളം പറയുന്ന ദൈവമല്ല, വ്യാജം പ്രവർത്തിക്കുന്ന ദൈവമല്ല. സ്തോത്രം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഹല്ലേലൂയ വ്യാജന്മാർ ഒരുപാട് പേരുണ്ട്.
സ്തോത്രം. ഹല്ലേലൂയ. പരീക്ഷ എഴുതി 1ാം റാങ്ക് വന്നവന് ജോലിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുവഴി ഇതുവഴി കയറി വന്നവർക്കെല്ലാം ജോലിയുണ്ട്. സ്തോത്രം. വ്യാജ സർട്ടിഫിക്കറ്റ് വില, ഹല്ലേലൂയ, നല്ല സർട്ടിഫിക്കറ്റ് വില ഇല്ല. പക്ഷെ നമ്മുടെ ദൈവം വ്യാജം ഇല്ലാത്ത ദൈവം. അടുത്ത ഭാഗം. നീതിയും നേരുമുള്ളവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രത്യേകത നീതിയും നേരുമുള്ളവൻ. നമ്മുടെ ദൈവമാരോ നീതിയും നേരുമുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അത് ഒന്നുകൂടെ നിങ്ങൾ വായിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ പാറ, 32:4. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരും ഉള്ളവൻ തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഈ ഭാഗം നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിക്കണം. എന്റെ ദൈവം ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എടുത്തു പറയുവാൻ ഒരു തെളിവായിട്ട് ഈ വാക്യത്തെ എടുത്ത് കാണിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നതിനിടയിൽ നിങ്ങളുടെ ദൈവം ആരെന്ന് ചോദിച്ചാൽ ഇതങ്ങ് സ്തോത്രം. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചിട്ട് അവർ മിഥ്യാമൂർത്തികളുടെ ഇടയിലേക്ക് പോയി. നിങ്ങളുടെ പിതാക്കന്മാർ ജീവനുള്ള ദൈവത്തെ, പാറയായ സ്തോത്രം നേരുള്ള ന്യായം പ്രവർത്തിക്കുന്ന ദൈവത്തെ വിട്ട് അവർ മിഥ്യാമൂർത്തികളുടെ ഇടയിലേക്ക് പോയി. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ നന്ദികേടിനെ കുറിച്ച് ഹല്ലേലൂയ നാട്ടിലെങ്ങും പാട്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും നല്ല നേരുള്ള അത്ഭുതം പ്രവർത്തിക്കുന്ന, അന്യായമില്ലാത്ത ന്യായം പ്രവർത്തിക്കുന്ന ദൈവത്തെ തള്ളിക്കളഞ്ഞത്, നിന്ദിച്ചത്, നന്ദികേട് മറ്റുള്ളവരൊക്കെയും പാടുവാൻ തുടങ്ങി. ഇന്ന് ഈ രാത്രിയിൽ ദൈവചിത ഉപകാരങ്ങളെ കുറിച്ച് നന്ദിയില്ലാത്ത ഹൃദയത്തോടുകൂടി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നന്ദികേടുകൾ ദേശത്ത് പാട്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുവാൻ സ്വർഗ്ഗമിടയാക്കുമാറാകട്ടെ. അപ്പൊ ഇരമ്യാ പ്രവാചക പുസ്തകം 2:6 വായിച്ചാട്ടെ. 2:6. 2:6. ശ്രദ്ധിക്കണേ. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി, വരൾച്ചയും കൂരിരുളും ഉള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായി മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്ന യഹോവ എവിടെ എന്ന് അവർ ചോദിച്ചില്ല. സ്തോത്രം. പിതാക്കന്മാരുടെ തെറ്റ് മനസ്സിലായോ? ദൈവം ചോദിച്ചത് എന്നിൽ വല്ല അന്യായമുണ്ടോ എന്ന്. സ്തോത്രം. അപ്പൊ അന്യായം ആരുടെ ഭാഗത്താണ്? ന്യായം ദൈവഭാഗത്തും അന്യായം ഇസ്രായേൽ ജനത്തിനുമായി. സ്തോത്രം. എന്താണ് അവിടെ അന്യായം? ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. ഞങ്ങളെ മിസ്രയീം ദേശത്ത് പുറപ്പെടുവിച്ചു. എന്താണ് മിസ്രയീം? ഹല്ലേലൂയ. കഷ്ടതയുടെ, പ്രതികൂലത്തിന്റെ, വേദനയുടെ ദേശം. ഹല്ലേലൂയ. ഫറവോന്റെ അടിമത്തത്തിലായിരുന്ന ജനം, ആരാധന സ്വാതന്ത്ര്യമില്ലാത്തവർ, അടിച്ചമർത്തപ്പെട്ട ജനം. രാജാവ് ഫറവോൻ എന്ത് പറയുന്നു അത് ചെയ്യണം, അത് പ്രവർത്തിക്കണം. സ്വാതന്ത്ര്യമില്ലായ്മ. ഒന്നുകൂടെ പറഞ്ഞാൽ അവിടുത്തെ ആരാധന മൂർത്തിയായ കാളയെ ആരാധിക്കണം. ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് മൃഗത്തെ ആരാധിക്കുന്ന മൃഗീയ ചിന്തകന്മാരായി ഇസ്രായേൽ മക്കൾ അധപ്പതിക്കുവാൻ ഇടയായി തീർന്നു. ആ മിസ്രയീം ദേശത്ത് നിന്നാണ് ദൈവം അവരെ പുറപ്പെടുവിച്ചത്. പാരമ്പര്യ ശക്തികളെ, പാരമ്പര്യ നുഖങ്ങളെ, മാനുഷിക ശക്തികളെ, മൃഗീയ ശക്തികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം അവർക്കൊരു പുറപ്പാട് ദൈവം കൊടുത്തു. ഇന്ന് രാത്രിയിൽ 2024 7ാം മാസം നിനക്കൊരു പുറപ്പാട് ഞാൻ തരികയാണ്. മതി മിസ്രയീമിൽ കിടന്നത്.
ആമേ ആറ്റം തുപ്പും കേട്ടത് മതി, ശാപവാക്കുകൾ കേട്ടത് മതി. എത്ര ജോലി ചെയ്തിട്ടും വരുമാനമില്ല, കൂലിയില്ല, വേദന, ഉറങ്ങാൻ പറ്റുന്നില്ല, രോഗം, ദുരിതങ്ങൾ, തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നു, തലമുറകൾ വഴിപിഴച്ചു പോകുന്നു. സ്തോത്രം. ചെറുപ്രായത്തിലെ അവർ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്നില്ല, അവർ ജോലിക്ക് ഇറങ്ങുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വല്ലാത്ത പ്രതികൂല സാഹചര്യങ്ങൾ, പക്ഷെ ദൈവം അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. ഈ 7-ാം മാസത്തെ ആരംഭ ദിവസം നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. കരങ്ങളെ തട്ടി നിങ്ങൾ പുറപ്പെടുവാൻ തയ്യാറാകുക. ഈ പുറപ്പെടുന്നത് ഹല്ലേലൂയ വാഗ്ദത്തമുള്ളവർ മാത്രമേ അറിഞ്ഞുള്ളൂ. നിന്റെ അയൽവക്കക്കാർ അറിഞ്ഞില്ല, ഹല്ലേലൂയ നിന്റെ സുഹൃത്തുക്കൾ അറിഞ്ഞില്ല, മറ്റുള്ളവരാരും അറിഞ്ഞില്ല. ഈ പോകേണ്ടവര് അവർ പറഞ്ഞു, അവരറിഞ്ഞാൽ പറയും, അല്ലയോ സഹോദരി, അല്ലയോ ഹല്ലേലൂയ അണ്ണ ഈ പോകേണ്ട എന്ന് പറഞ്ഞ് അവർ നിൽക്കും. പക്ഷേ പോകാൻ തയ്യാറാകുമ്പോഴാണ് കരച്ചിൽ. അതുവരെ കരച്ചിലില്ല, കെട്ടിപ്പിടുത്തവും ഉമ്മം വെപ്പും. സ്തോത്രം. ഹല്ലേലൂയ. പോകാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, നീ ഇവിടെ കിടന്നാൽ നശിച്ചു പോകുകയുള്ളൂ, നീ എന്ത് വിശ്രമം വിടണം. അപ്പൊ ഈ 2024 7-ാം മാസം ഒരു പുറപ്പാട് നിങ്ങൾ തയ്യാറാകണം. അടുത്ത പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി വരൾച്ചയും കൂരിരുളും. പതുക്കെ പോ. ഒന്ന് പാഴ്നിലം. നീ എന്തൊരു കൈവച്ചാലും അത് പാഴായി പോകും. സ്തോത്രം. ഒരു തെങ്ങിൻ തൈ കൊണ്ട് നട്ടാൽ നമ്മൾ വിചാരിക്കും വല്ല കരിക്കോ വല്ല തേങ്ങയൊക്കെ കിട്ടുമെന്ന്. അത് ഒരു വെണ്ടയ്ക്ക വെച്ചാൽ നമ്മൾ നശിച്ചു പോകും. ഹല്ലേലൂയ. ഒരു വാഴ വെച്ചാലും എന്ത് വെച്ചാലും പാഴായി പോകും. 24-ന്റെ 6-ാം മാസം വരെ ഇതല്ലേ നിങ്ങൾക്ക് സംഭവിച്ചത്. ഹല്ലേലൂയ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പാഴാക്കി കളയുന്ന ശത്രു, നിങ്ങളുടെ പ്രതീക്ഷകളെ പാഴാക്കി കളയുന്ന ശത്രു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടേണ്ട, വർദ്ധനവ് പ്രാപിക്കേണ്ട എന്നെയും നിങ്ങളെയും പാഴാക്കി കളയുന്നു. ദൈവം പാഴായ ശൂന്യമായ ഇടത്തു നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചു. അടുത്ത് കുഴികളുമുള്ള ദേശം. കുഴികൾ നടക്കാൻ പറ്റത്തില്ല. നടക്കുന്നവൻ അത്രയും സൂക്ഷ്മതയോടുകൂടെ നടന്നെങ്കിൽ കുഴിക്കകത്ത്. സ്തോത്രം. യോസഫ് അറിഞ്ഞുകൊണ്ട് വീണതല്ല, യോസഫിനെ വീഴ്ത്തിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുഴികളുള്ള ദേശത്തുകൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ കുഴിക്കകത്ത്. സ്തോത്രം. അതിന് തെളിഞ്ഞ കണ്ണ് വേണം. ദൈവം വഴി നടത്തണം. ദൈവം പറയുന്നത് കുഴികളുള്ള ദേശത്ത് കൂടെയാണ് നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. സ്തോത്രം. ഒരു കുഴിയിൽ നീ, ഒരു ചതിക്കുഴിയിൽ നീ. സ്തോത്രം. 2024 6-ാം മാസത്തിലും നിരവധി കുഴികൾ ഉണ്ടായിരുന്നു. നിരവധി ആനയെ വീഴ്ത്തുവാനുള്ള ഹല്ലേലൂയ വാരിക്കുഴി ഉണ്ടായിരുന്നു. മൃഗങ്ങൾക്ക് അതിനകത്ത് വീണു. പക്ഷേ ജീവനുള്ള ഒരു വ്യക്തി പോലും ആ കുഴിക്കകത്ത് വീണില്ലെന്ന്. സ്തോത്രം. ഈ 2024-ന്റെ 7-ാം മാസത്തിലും നീ ഒരു കുഴിക്കകത്ത് വീഴേണ്ടവനല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുക, വാഗ്ദത്തമുള്ളവൻ നടന്നപ്പോൾ കുഴികളൊക്കെ നികന്നു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവൻ നടന്നപ്പോൾ അവിടെ കുഴിയുണ്ട്, പക്ഷെ ദൈവം ആ കുഴികളൊക്കെ നികത്തി കൊടുത്തത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ നടക്കുമ്പോൾ ചില കുഴികളുണ്ട്, പക്ഷെ വാഗ്ദത്തമുള്ളവരെ കുഴികൾ ബാധിക്കയില്ല എന്ന്. രോഗമുണ്ട്, പക്ഷെ രോഗത്തിന്റെ ബാധിക്കയില്ല. ദാരിദ്ര്യമുണ്ട്, നിന്റെ ദാരിദ്ര്യം ബാധിക്കയില്ല എന്ന്. അവർ നടക്കും തോറും കുഴികൾ ഹല്ലേലൂയ മണ്ണിട്ട് മൂടപ്പെട്ടു. സ്തോത്രം. ദൈവം നിങ്ങൾ സഞ്ചരിച്ച വഴിയിൽ എന്തുണ്ടായിരുന്നു? പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിങ്ങൾ അത് കണ്ടില്ല. ദൈവം കണ്ടു. ദൈവം ആ കുഴികളെ മൊത്തം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ ഈ 2024 7-ാം മാസം ഈ സമയം കിലോമീറ്ററുകൾ താണ്ടി സമയങ്ങൾ വെടിഞ്ഞ് ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വന്നത്. എന്തെങ്കിലും അനുഭവം ദൈവം തന്നുകൊണ്ടല്ലേ, ഇവിടെ നൽകിയത് കൊണ്ടല്ലേ. അടുത്ത ഭാഗം. വരൾച്ചയും കൂരിരുട്ടുമുള്ള ദേശം. ഒന്ന് വരൾച്ച. എന്ത് ചെയ്താലും വരൾച്ച. നാവ് അണ്ണാക്കോട് പറ്റിപ്പോകുന്ന അനുഭവങ്ങൾ. വല്ലാത്ത ദാഹം.
വല്ലാത്ത വരൾച്ച, വരണ്ടിരിക്കുന്നു. സ്തോത്രം. 1000 രൂപയുടെ ആവശ്യമുണ്ട്, കിട്ടിയത് 100 രൂപ. ഇനി 900 രൂപ കടം വാങ്ങിക്കണം. അവിടെ സുഖലോലുപനായിരിക്കുവോ? വരണ്ടിരിക്കുന്നത്, തൃപ്തിയില്ലായ്മ. സ്തോത്രം. വരണ്ട ദേശത്ത് ഹല്ലേലൂയ വരൾച്ചയോടുന്ന ജനം, ആ ജനത്തെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ദൈവ ന്യായം പ്രവർത്തിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അടുത്ത് മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശം, മരുഭൂമി, മണൽക്കാറ്റുകൾ മാത്രം, വിഷസർപ്പങ്ങളുള്ള സ്ഥലം, പച്ചപ്പില്ലാത്ത സ്ഥലം, ആൾപ്പാർപ്പില്ലാത്തത്, മനുഷ്യ സഞ്ചാരമില്ലാത്ത ഇടത്തുകൂടെ ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ ഇസ്രായേൽ മക്കൾ ആ മരുഭൂമിയെ അതിജീവിച്ച് അവരെ ഞാൻ കൊണ്ടുവന്നു. ആമേൻ. തണലായി, ഭക്ഷണമായി, ആൾപ്പാർപ്പില്ലാത്തിടത്ത് എന്റെ ദൈവം മുൻപടയായും പിൻപടയായി നിന്ന് ആ ഇസ്രായേൽ മക്കളെ സൂക്ഷിച്ചു. ഇന്ന് രാത്രിയിൽ 2024 6 മാസം വരെയും മുൻപടയായി പിൻപടയായി കർത്താവ് സൂക്ഷിച്ചിട്ട് ഹല്ലേലൂയ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ പറ്റാതെ വണ്ണം ആയിരിക്കുന്ന നന്ദി കാണിക്കുന്നവർ ഒത്തിരി പേരുള്ളത്. സ്തോത്രം. അവരുടെ ഇടയിൽ വേറിട്ടൊരു ശബ്ദവുമായി പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും എന്റെ ദൈവത്തിന്റെ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളുടെ തലമുറയുടെ കർത്താവിൽ പ്രസിദ്ധരാകട്ടെ. സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആൾപ്പാർപ്പില്ലാത്ത സ്ഥലം, ഹല്ലേലൂയ വരൾച്ചയുള്ള സ്ഥലം. അടുത്ത് മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ അന്വേഷിച്ചില്ല. ഇത്ര അത്ഭുതം ചെയ്ത് വീരം പ്രവർത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് പാലും തേനും ഒടുക്കുന്ന ദേശത്ത് കൊണ്ടുവന്നപ്പോൾ ആ ദൈവത്തെ അവർ അന്വേഷിച്ചില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതല്ലേ നമ്മുടെ കുറ്റം? അല്പം സുഖം, അല്പം സന്തോഷം, വിശപ്പടക്കുവാനുള്ള വക, നല്ലൊരു ഭവനം, നല്ല വസ്ത്രങ്ങൾ, പ്രൗഢി പ്രതാപങ്ങൾ, അധികാരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തെ മറന്നു പോകാറുണ്ട്. കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തെ അവർ മറന്നു, അന്വേഷിച്ചില്ല. അതാണ് നന്ദികേട്. ഹല്ലേലൂയ. അതവിടെ നിവർത്തികേടായി മാറി. സ്തോത്രം. ദൈവം ചോദിക്കയാ, ആമേൻ, നിങ്ങൾ എന്നിൽ അന്യായം എന്തെങ്കിലും പറയാനുണ്ടോ? സ്തോത്രം. ഞാൻ നിങ്ങളെ പുറപ്പെടുവിച്ചു, പാഴായ ദേശത്തൂടെ കൊണ്ടുവന്നു, ആൾപ്പാർപ്പിലേക്ക് അടുത്ത് കൊണ്ടുവന്നു, കുടികളുള്ള ദേശത്തൂടെ നടത്തി, നിങ്ങൾക്ക് ഭക്ഷണം നൽകി, അത് നൽകി, ഇത് നൽകി, നല്ലൊരു ദേശത്ത് കൊണ്ടുവന്നു. ദേശത്ത് വന്നിട്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ചില്ല. നിങ്ങളുടെ ഭാഗത്തല്ലേ തെറ്റ്? എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? കൃപ, 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 കൃപ. ഇന്ന് രാത്രി നിങ്ങളെ നോക്കി, എന്നെ നോക്കി ദൈവം ചോദിക്കുക, ഹല്ലേലൂയ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളുടെ ഭാഗത്തല്ലേ തെറ്റ്, എന്നിട്ട് നിങ്ങൾ പുറപുറക്കുന്നതെന്ത്? എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല, ദൈവം എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല എന്ന് ഞാനും നിങ്ങൾ പ്രാർത്ഥനയുടെ ശബ്ദത്തിലൂടെ പിറുപിറുക്കുകയല്ലേ? സ്തോത്രം. പ്രാർത്ഥന ഒരു പിറുപിറുപ്പല്ല, പ്രാർത്ഥന ഒരു ജൽപ്പനമല്ല. ദൈവത്തോട് സംസാരിക്കുന്നത്രേ പ്രാർത്ഥന, ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുന്ന പ്രാർത്ഥന. സ്തോത്രം. ഈ രാത്രി ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ സ്വർഗം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. സ്തോത്രം. കനാനിൽ ഉള്ളതിനേക്കാൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന സ്ഥലം മരുഭൂമിയാണ്. സ്തോത്രം. കനാനിൽ എന്താണില്ല? പാലും തേനും ഒഴുകുന്ന സ്ഥലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും. സ്തോത്രം. വയറ് നിറഞ്ഞപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും, വർദ്ധിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചില്ല. പക്ഷെ മരുഭൂമിയിൽ ദൈവം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ നടത്തി. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നത് മരുഭൂമിയിലാണ്. നിന്റെ ദാരിദ്ര്യ ഇടങ്ങളിലാണ്, നിന്റെ തകർച്ചയിലാണ്, നിന്റെ ഒന്നുമില്ലായ്മയിലാണ്, നീ പട്ടിണി കിടക്കുമ്പോഴാണ് ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുക, കനാനേക്കാൾ ഉപരിയായി പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാൾ
ചില അനുഭവങ്ങൾ മരുഭൂമിയിലൂടെ ദൈവം നടത്തുവാൻ പോകയാ. അവൻ മരുഭൂമിയിൽ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലം, ജനസഞ്ചാരമില്ലാത്ത ഇടം, മൃഗങ്ങളുള്ള ഇടം, കുഴികളുള്ള ഇടം, ഹല്ലേലൂയ, പാറയുള്ള ഇടം, പക്ഷേ ദൈവം ചില അത്ഭുതങ്ങൾ, ചില അടിവാരങ്ങൾ പ്രവർത്തിക്കുക. ഈ 2024 7 മാസത്തിൽ ദൈവത്തിന്റെ അത്ഭുതം മരുഭൂമി എന്ന പോലെ നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുകയാണ്. ജീവിതത്തിൽ ഒരു പച്ചപ്പുമില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, വല്ലാത്ത ഭയപ്പാട്, എന്ത് ചെയ്യണം ഏത് ചെയ്യണം, ആശങ്കകളാണ്. ഈ ആശങ്കകളെ മാറ്റുന്ന ഒരു മാസമാണ് ഈ മാസം. കരങ്ങളെ തട്ടി മാസം സ്വീകരിക്കാം. 2024 6 മാസം ഞങ്ങൾ വിട്ടുപോയി. 7ാമത്തെ മാസം ഇത് പ്രതീക്ഷയുടെ മാസമാണ്. 6ാമത്തെ മാസത്തെക്കാൾ 7ാം മാസം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ മാസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 7 വായിച്ചോട്ടെ. 7. ഞാൻ നിങ്ങളെ ഫലവത്തായ ദേശത്തേക്ക്. ആമേൻ. സ്തോത്രം. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഫലവത്തായ ദേശത്തേക്ക്. അതിന്റെ ഫലവും. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഫലവത്തായ ദേശത്തേക്കാണ് ദൈവം നിങ്ങളെ. ഫലമില്ലായ്മ ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾ ഇനി ഫലവത്തായ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു. അടുത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ പറ. ഈ 2024 7ാം മാസം പറയുന്നു, ഫലവത്തായ ഒരു ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു. അടുത്ത് എന്നാൽ അവിടെ എത്തിയ ശേഷം. സ്തോത്രം. ഹല്ലേലൂയ. ഓടരുത്. ഓടിയ അല്ലെങ്കിൽ ബൈബിൾ മൊത്തം വായിപ്പിച്ചിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഫലവത്തായ ഒരു ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അടുത്ത വാക്യല്ലേ അവിടെ? എന്നാൽ അവിടെ എത്തിയ ശേഷം. അതിന്റെ മുകളിൽ ഞാൻ നിങ്ങളെ ഫലവത്തായ ദേശത്ത് അതിന്റെ ഫലവും. ശ്രദ്ധിക്കണേ, ഫലവത്തായ ദേശത്ത് അതിന്റെ ഫലവും ഗുണവും. സ്തോത്രം. ശ്രദ്ധിച്ചോ, ഈ ദേശത്തിന്റെ ഫലവും ഗുണവും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്തിനൊരു ഫലമുണ്ട്, ദേശത്തിന് ഗുണമുണ്ട്. ആ ഫലവും ഗുണവും നിങ്ങൾ അനുഭവിക്കണം. ആരെ അനുഭവിക്കേണ്ടത്? പട്ടിണി കിടന്നവൻ. ആരെ അനുഭവിക്കേണ്ടത്? വേദന കിടന്നവൻ. ആരെ അനുഭവിക്കേണ്ടത്? പ്രാർത്ഥിക്കുന്നവൻ. ആരെ അനുഭവിക്കേണ്ടത്? ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക്. ഹല്ലേലൂയ. ആ ഫലം അനുഭവിക്കുവാനും അതിന്റെ ഗുണം അറിയുവാൻ പോകയാ. യേശുവിന്റെ നാമത്തിൽ ഈ ഹല്ലേലൂയ 7ാം മാസത്തെ പ്രത്യേകത, ചില ഫലങ്ങൾ, ഹല്ലേലൂയ, ചില ഗുണങ്ങൾ നീ അനുഭവിക്കുവാൻ പോകയാ. സ്തോത്രം. ഇവിടെ വിശന്ന്, ഹല്ലേലൂയ, വയറുവേദന, തലചുറ്റി വീഴുന്നു. സ്തോത്രം. വിശന്നിരിക്കുമ്പോഴാണ് ഹല്ലേലൂയ ആഹാരത്തിന് വില. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയണേ, ഞാൻ വിശന്ന് ഇപ്പൊ ചാകും. ചാവുന്നില്ല എങ്കിലും നമ്മൾ വിശന്ന് നമ്മളിപ്പോൾ ചാവും. സ്തോത്രം. പട്ടിണി കിടക്കുമ്പോഴാണ് നല്ല ബൊറോട്ടയുടെയും അല്ല ചൂട് ബൊറോട്ടയുടെയും നല്ല ബീഫിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത്. നല്ല കപ്പ കിട്ടിയെങ്കിൽ ഒരു ഉടങ്കലും മുളകെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്തോത്രം. ഹല്ലേലൂയ. വിശന്നിരിക്കുന്നവൻ അറിയാം അവന്റെ വിശപ്പിന്റെ വില. ദൈവം പറയുന്നു, ദേശത്തൊരു ഫലമുണ്ട്, ഒരു ഗുണമുണ്ട്, നീ അത് അനുഭവിക്കണം. ദൈവം നമുക്ക് നൽകുന്ന ദേശത്തിന്റെ ഫലവും ഗുണവും നമ്മൾ അനുഭവിച്ചില്ല, പിന്നെ ആരാ അനുഭവിക്കേണ്ടത്? സ്തോത്രം. ദൈവമക്കൾ ദേശത്തിലെ ഫലവും ഗുണവും നിങ്ങൾ അനുഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കട്ടെ. പറ, ഞാനും എന്റെ കുടുംബവും എന്റെ തലമുറയും ദേശത്തിന്റെ ഫലവും ഗുണവും അനുഭവിക്കാൻ പോകുകയാണ്. ഈ മാസത്തിൽ ചില ഫലങ്ങളും ചില ഗുണങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നു. അടുത്ത് എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എന്റെ ദേശത്തെ അശുദ്ധമാക്കി. ശ്രദ്ധിക്കുക, ദൈവം പറയുന്നു, ഫലവും ഗുണവും അനുഭവിക്കേണ്ട ഞാനും നിങ്ങളുടെ ദേശത്തെ. സ്തോത്രം. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, ഈ ദേശത്തെ കുറിച്ച് പറയുന്നത് കർമ്മേൽ എന്നാണ്. കർമ്മേൽ എന്ന വാക്കിനർത്ഥ തോട്ടങ്ങളുടെ ദേശം എന്നാണ്. നിരവധി തോട്ടങ്ങൾ, ആപ്പിൾ തോട്ടം, ഓറഞ്ച് തോട്ടം, മുന്തിരിത്തോട്ടം, പിന്നെ
പറയും. നിങ്ങൾക്ക് തോട്ടങ്ങളൊന്നും അറിയില്ലേ? സ്തോത്രം. റംബൂട്ടാൻ തോട്ടം, മാമ്പഴത്തോട്ടം, പിന്നെ സ്ട്രോബെറിയുടെ തോട്ടം, അടുത്ത് പറ. വേറെന്തോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടം, മൽബറി തോട്ടം. ഓ, അപ്പൊ തോട്ടങ്ങളുടെ ദേശം. ഇവിടെ വരണ്ട്, തൊണ്ടയും വരണ്ട് പട്ടിണി പിടിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ദേശം, ദേശത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കണം. അപ്പൊ നിങ്ങൾ പാർക്കുന്ന ഇടത്ത് ഈ ഇടത് ഭാഗത്ത് സ്തോത്രം ഹല്ലേലൂയ മുന്തിരിത്തോട്ടം, വലത് ഭാഗത്ത് ആപ്പിൾ തോട്ടം, ഇടത് ഭാഗത്ത് സ്തോത്രം മാമ്പഴത്തോട്ടം, അപ്പുറത്ത് തെങ്ങിൻ തോട്ടം. ഹല്ലേലൂയ. ഇടതും വലതും മുമ്പിലും പിറകിലും എല്ലായിടത്തും തോട്ടങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ഈ തോട്ടങ്ങളെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ വില കൊടുത്ത് വാങ്ങിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ തോട്ടത്തിൽ അനുഭവമില്ല എങ്കിൽ നമ്മൾ മറ്റൊരു തോട്ടത്തിൽ പോയി ചെന്ന് ചെയ്യണം, വില കൊടുത്ത് വാങ്ങിക്കണം. ദൈവം പറയുന്നു, ഞാൻ നിനക്ക് തോട്ടങ്ങളുടെ ദേശമാണ് നിനക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നീ അന്വേഷിക്കുന്നില്ല, നീ രാവിലെ ചെന്നത് പെറുക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അല്ല വീട് കിടക്കുന്നത് നീ എടുക്കുന്നില്ല, പറിക്കുവാൻ നിനക്ക് വയ്യ. ഹല്ലേലൂയ. അപ്പൊ ഈ തോട്ടങ്ങളുടെ ദേശത്ത് വേലക്കാരില്ല. ആരില്ല? വേലക്കാരുമില്ല, വേലക്കാരത്തികളും ഉള്ളവരെല്ലാം ആരാണ്? ഉടമസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തോട്ടത്തിനകത്തുള്ളവരെല്ലാം ഉടമസ്ഥരാണ്. വേലക്കാരില്ല, വേലക്കാരത്തികളില്ല. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കാൻ വിശപ്പുള്ളവൻ ഓടിച്ചെന്ന് ഒന്നുകിൽ വീട്ടിന്ന് വളക്കെടുക്കണം, ഇല്ലെങ്കിൽ പറിച്ച്. സ്തോത്രം. ഓ, അതിനും മടുപ്പ്, കഴപ്പ്, ഉറക്കം. പ്രൈസ് ദി ലോർഡ്. ഓ, അത്രയും ദൂരം വരെ പോണ്ടേ. തോട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടെ കല്ലുണ്ട്, മുള്ളുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ എന്തുണ്ട്? സ്തോത്രം. ആ ഫലം പ്രാപിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം അലസന്മാരായി, മടിയന്മാരായി, മടിച്ചുകളായി മാറിയെന്ന് കൃപ. പ്രൈസ് ദി ലോർഡ്. ഉത്സാഹി അവൻ ദാരിദ്ര്യത്തെ ഓട്ടിച്ചു കളയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉത്സാഹിയായിരിക്കണം. നന്നേ രാവിലെ ചെന്ന് പെറുക്കിയ വല്ലതും കിട്ടും, രാത്രിയായ ഒന്നും ഉച്ചയ്ക്കായ ഒന്നും. അപ്പൊ തോട്ടത്ത് നിരവധി തോട്ടങ്ങളുടെ ദേശത്താണ് ദൈവം കൊണ്ടുവന്നത്. ആപ്പിളിന് കുറവില്ല, മുന്തിരി കുറവില്ല. നിങ്ങളുടെ ഭാവന വരുന്ന എല്ലാ തോട്ടവും അതിനകത്തുണ്ട്. സ്തോത്രം. പക്ഷേ സ്തോത്രം അലസനും മടിയനുമാണ് എങ്കിൽ ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതൻ തോട്ടത്തിനകത്ത് പ്രത്യേകത, സ്തോത്രം, അവരവിടെ സന്തോഷിച്ച് ആസ്വദിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ മതിമറന്ന് ജീവിച്ചു. പാപം വന്നതോടുകൂടി, സ്തോത്രം, പാപം കടന്നാക്രമിച്ചതോടുകൂടി തോട്ടത്തിൽ അവരെ പുറത്താക്കി. ആ തോട്ടത്തിൽ ഹല്ലേലൂയ ഇന്ന് ഇറക്കപ്പെട്ട ആദാമിനും ഹവ്വയ്ക്കും മനസ്സിലായി തോട്ടങ്ങളുടെ വില എന്തെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്തോത്രം, ഈ രാത്രി ദൈവമേ, നഷ്ടപ്പെട്ടവന് മാത്രമേ ഹല്ലേലൂയ ആ നഷ്ടപ്പെട്ടതിന്റെ വില അറിയുകയുള്ളൂ എന്ന്. വിശപ്പുള്ളവന് മാത്രമേ ആഹാരത്തിന്റെ വില അറിയുകയുള്ളൂ. വസ്ത്രമില്ലാത്തവന് മാത്രമേ വസ്ത്രത്തിന്റെ വില അറിയുകയുള്ളൂ. പാർപ്പിടമില്ലാത്തവന് മാത്രമേ വീടിന്റെ ഹല്ലേലൂയ വില അറിയത്തുള്ളൂ എന്ന്. വാഹനമില്ലാത്തവന് മാത്രമേ വാഹനത്തിന്റെ വില അറിയുകയുള്ളൂ എന്ന്. സ്തോത്രം. കൃപ, കൃപ. നിങ്ങളുടെ അവസ്ഥകൾ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദേശത്ത് വന്നപ്പോൾ അവർ ചെയ്ത പണി ദേശത്തെ, സ്തോത്രം, കാര്യം ദൈവത്തെ തന്നെ ഒന്നാമത് ദൈവത്തെ തന്നെ ഉപേക്ഷിച്ചു, ദൈവത്തെ അന്വേഷിച്ചില്ല. അതോടുകൂടി ദേശത്ത് അശുദ്ധരാക്കി. അടുത്ത് എന്റെ അവകാശത്തെ, അതിന്റെ മുകളിൽ ദേശത്തെ അറപ്പാക്കി. അല്ലേ? എത്തിയ ശേഷം ദൈവത്തിന്റെ ദേശത്തെ അശുദ്ധമാക്കി, ഫലവത്തായ ദേശത്തെ അശുദ്ധമാക്കി, എന്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു. ദൈവത്തിന്റെ അവകാശത്തെ, ദൈവത്തിന് അവകാശമായിരിക്കുന്ന ദേശത്തെ എന്തായെന്നറിയാമോ?
അറപ്പാക്കി കളഞ്ഞു, വെറുപ്പുള്ളതാക്കി തന്നു. അതിനകത്ത് കയറുവാൻ കഴിയാതെ അറപ്പുള്ളതാക്കുവാനായി തന്നു. അടുത്ത് യഹോവ എവിടെയെന്ന് യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. ആദ്യം പിതാക്കന്മാർ അന്വേഷിച്ചില്ല, രണ്ട് ജനം അന്വേഷിച്ചില്ല, പുരോഹിതന്മാരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചോട്ടെ. ന്യായപ്രമാണന്മാർ എന്നെ അറിഞ്ഞില്ല, എന്നെ അറിഞ്ഞില്ല, ദൈവത്തെ അറിഞ്ഞില്ല. അടുത്ത് ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. അടുത്ത് പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. ദൈവ ശബ്ദത്തിന് കീഴ്പ്പെടാതെ ബാലിന്റെ ശബ്ദത്തോട് അവർ നീതി പുലർത്തുവാനിടയാത്തുള്ളൂ. ദൈവ ശബ്ദത്തെ വെറുക്കുകയും ബാലിന്റെ പ്രവാചകന്മാരുടെ ഭാഷ സംസാരിക്കുവാനിടയാത്തുള്ളൂ. സ്തോത്രം. നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാ, സംഗീതത്തിന്റെ ഭാഗം ഇങ്ങനെയാ. സ്തോത്രം. ഹല്ലേലൂയ. 3-ാം സംഗീതം 3-ാമത് വാക്യം വേദത്തെ വായിച്ചാൽ, നീയോ യഹോവേ എനിക്ക് ചുറ്റും വഴിയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ തല താഴ്ത്തപ്പെട്ടവരാണ്. തല ഉയർത്തുവാനാണ്, തലയെടുപ്പോടെ നിർത്തുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് തല താഴ്ത്തപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹത്വമായ ദൈവത്തെ കേവലം കാളകളോട്, പുല്ല് തിന്നുന്ന കാളകളോട് അവർ ഉപമിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ അഹരോനും കൂട്ടരും ദൈവത്തെ പുല്ലു തിന്നുന്ന കാളയാക്കി മാറ്റിയെന്ന്. സ്തോത്രം. നമ്മുടെ ദൈവം മഹത്വമായവനാണ്. മഹത്വമായവൻ എവിടെ വസിക്കുന്നുവോ അവിടെ ദാവോന്റെ ക്ഷേത്രത്തിലെ അസ്ഥിവാരം വരെ തകർക്കുന്ന ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരാ? മഹത്വത്തിന്റെ പിതാവാണ്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങൾ അശുദ്ധമാക്കുന്നത്. ആ ദൈവത്തെയാണ് നിങ്ങൾ അന്വേഷിക്കാത്തത്. ദൈവം പറയുന്നു, എന്നിൽ എന്തെങ്കിലും അന്യായമുണ്ടോ? നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പറ, ഞാൻ എന്ത് ചെയ്യാം? എന്റെ തെറ്റ് തിരുത്താം. അതല്ല, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ തെറ്റ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹോശേയ പുസ്തകം 6:1 വായിച്ചാട്ടെ. ഹോശേയ 6:1. ഹോശേയ 6:1. ഇതല്ല, വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ ഒരു മടങ്ങി വരവിന്റെ രാത്രിയാണ് ഈ രാത്രി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, വരുവിൻ നമുക്ക് യഹോവയുടെ അടുക്കലേക്ക്. സ്തോത്രം. യഹോവയുടെ അടുക്കലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാത്തതാണ്, ദൈവം പറഞ്ഞ കേൾക്കാത്തതാണ് അവരുടെ ഏറ്റവും വലിയ നെറുകേട്. അവർ ശപിക്കപ്പെടുവാനുള്ള പ്രധാന വിഷയമെന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാത്തത്. അടുത്ത്, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. ദൈവം ഹല്ലേലൂയ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. ഞാനും നിങ്ങൾ മുറിവേറ്റവരാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയാൽ ദൈവം നമ്മളെ സൗഖ്യമാക്കും. സ്തോത്രം. കഴിഞ്ഞ 6 മാസങ്ങളെ വരെയും നമ്മൾ കടിയേറ്റവരാണ്. ഈ 7-ാമത്തെ മാസം കടിക്കുള്ള മരുന്ന് ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം നമ്മെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏതൊക്കെയോ രോഗം നിങ്ങളെ പിടിവിട്ടിരിക്കാം. അതിൽ മാറാത്ത പുണ്ണുകൾ, മാറാത്ത വടുക്കൾ, ഹല്ലേലൂയ, സൗഖ്യമാകാത്ത വിഷയങ്ങൾ, ഹല്ലേലൂയ, പരിഹാരമില്ലാത്ത വിഷയങ്ങൾ. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സൗഖ്യമാക്കാം. അടുത്ത്, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. പ്രശ്നം പരിഹാരവും ദൈവത്തിന്റെ പക്കൽ. പ്രൈസ് ദി ലോർഡ്. രോഗവും വിടുതലും ദൈവത്തിന്റെ പക്കൽ. അടിയും തലോടലും ദൈവത്തിന്റെ പക്കൽ. ദൈവം നമ്മളെ അടിക്കും, മറുകൈയുണ്ട്. ദൈവം നമ്മളെ തള്ളിക്കളയും, മറുകൈയുണ്ട്. ദൈവം നമ്മളെ സ്വീകരിക്കും. സ്തോത്രം.
അവൻ മുറിവ് വരുത്തുകയും മുറിവ് കെട്ടുകയും ചെയ്യും. കാരണം എന്നറിയാമോ? നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ് ദൈവം നമ്മളെ തള്ളിക്കളയാത്തത്. ഇന്ന് രാത്രിയിൽ ഒരു ദൈവമകനായി, ഒരു ദൈവമകനായി തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ സ്തോത്രം. എന്റെ ദൈവം പറയുന്നു, ഹോശേയ പ്രവാചക പുസ്തകം 6-ാം അധ്യായം 11-ാമത് വേദഭാഗം ഒന്ന് വായിച്ചേട്ടെ. യഹൂദയേ, ആ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ സ്തുതിക്കുന്നവരെ യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. സ്തോത്രം. എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുവാൻ അവരെ കൊണ്ട് മാറത്തില്ല, അവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ എന്റെ ജനത്തിന്റെ സ്ഥിതി ഞാൻ മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അന്യായം പ്രവർത്തിച്ചവരാണ്, എന്നെ അന്വേഷിക്കാത്തവരാണ്, ഹല്ലേലൂയ, എന്നെ മറന്നു കളഞ്ഞവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ അവർ എന്റെ അടുക്കലേക്ക് അവർ കയറി വന്നു. അവർ പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് കയറി ചെല്ലാം. ഹല്ലേലൂയ. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവുകൾ കെട്ടും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടുകൂടെ ഹല്ലേലൂയ അവൻ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി ചെല്ലാം. ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി ചെന്നാൽ, യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഈ 2024 7-ാം മാസം ഒരു കൊയ്ത്തിന്റെ ദിവസമാണ് എന്ന ഒരു കൊയ്ത്ത് പാട്ട് നിന്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ കേൾക്കുവാൻ പോകുന്നു. വിലാപത്തിന്റെ ഗാനമല്ല, ഹല്ലേലൂയ, പ്രത്യാശയുടെ ഒരു പാട്ട്, പ്രത്യാശയുടെ പാട്ട് ഇന്ന്. ഹല്ലേലൂയ. അവരൊരു കൊയ്ത്തുകാർക്കൊരു സംഗീതമുണ്ട്, ഹല്ലേലൂയ, താളമുണ്ട്, ഒരു നൃത്തമുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ നൃത്തത്തോടെ, സംഗീതത്തോടെ, പാട്ടുകളോടെ എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ നീ ഇറങ്ങിത്തിരിച്ച, നീ സ്തുതിക്കുവാൻ തയ്യാറാണ് എങ്കിൽ നിന്റെ സ്ഥിതികൾ മാറുമെന്ന്. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി. ഹല്ലേലൂയ. യഹൂദേ, നിന്റെ സ്ഥിതി ഇന്ന് മാറണം. യഹൂദേ, നിന്റെ സ്ഥിതി ഇന്ന് മാറണം. 2024 7-ാം മാസം നിന്റെ സ്ഥിതി മാറണം. നിന്റെ ദാരിദ്ര്യങ്ങൾ വിട്ടുമാറട്ടെ, നിന്റെ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ സ്ഥിതി മാറണം, ജനത്തിന്റെ സ്ഥിതി മാറണം. എന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ സ്ഥിതി മാറണം, തലമുറകളുടെ സ്ഥിതി മാറണം, എന്റെ ഭർത്താവിന്റെ സ്ഥിതി മാറണം, എന്റെ ഭാര്യയുടെ സ്ഥിതി മാറണം, എന്റെ വാഹനത്തിന്റെ സ്ഥിതി മാറണം, എന്റെ വസ്തുക്കളുടെ സ്ഥിതി മാറണം. ഹല്ലേലൂയ. അത് എന്നെ സ്ഥിതി ചെയ്യേണ്ടതല്ല, എന്നെ നിശ്ചയമായി നിൽക്കേണ്ടതല്ല, അവിടെ കിടക്കേണ്ടതല്ല. അവിടെ ഒരു പുറപ്പാട്, ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വേണം. എന്നെ ദാരിദ്ര്യവാനായി, ഒന്നുമില്ലാത്തവനായി കിടക്കുവാനും നടക്കുവാനുമല്ല. ഈ ഹല്ലേലൂയ എന്റെ സ്ഥിതിയെ സ്വർഗ്ഗമെന്ന് മാറ്റുകയോ. ശക്തമായി, ശക്തമായി ഈ ദൂതൻ ഏറ്റത്, ഈ ദൂതൻ ഏറ്റത്. 2024 7-ാമത്തെ മാസം നിന്റെ സ്ഥിതി മാറുവാൻ പോകുക, നിന്റെ സ്ഥിതി മാറുവാൻ പോകുക. ഇത് പ്രാപിച്ചത്, ഇത് പ്രാപിച്ചത്. ഓ കൃപ, 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 കൃപ. ഹല്ലേലൂയ. അവൻ ദൈവം നമ്മെ വില കൊടുത്ത് വാങ്ങിക്കുവാൻ പോകും. വിലയില്ലാതെ കിടന്ന എന്റെയും നിങ്ങളെയും എന്റെ ദൈവം വില കൊടുത്ത് വാങ്ങിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അവൻ നമ്മൾ ഒന്നുമില്ലാത്തവരായിരുന്നു. കഷ്ടതകളും വേദനകളും ദുരിതങ്ങളും മാത്രം പറയുവാനുള്ളവർ, പാട് ജന്മം, കുഴികളിൽ വീഴേണ്ടവർ, മരുഭൂമിയിൽ തകർന്നു പോകേണ്ടവർ. ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റി, പിതാക്കന്മാരുടെ സ്ഥിതികളെ മാറ്റി. അവർ ദൈവത്തെ മറന്നു കളഞ്ഞു, ദൈവത്തെ അന്വേഷിച്ചില്ല. ദൈവം പറയുന്നു, എന്നിൽ വലിയ അന്യായവുമുണ്ടോ? നിങ്ങളല്ലയോ എന്നോട് അന്യായം കാണിച്ചത്. ഈ തലമുറയോട് ദൈവം ചോദിക്കുന്നു, നിങ്ങളുടെ നാവിൽ അന്യായം ഉണ്ടാകരുത്, നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടാകണം. ആ ന്യായമുണ്ട് എങ്കിൽ യഹൂദേ നിന്റെ സ്ഥിതി മാറും. യഹൂദേ, സ്തുതിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, ദൈവത്തെ അറിയുന്നവരെ, നിങ്ങളുടെ സ്ഥിതികളെ ദൈവം മാറ്റാൻ പോകുകയാണ്. നിശ്ചലമാക്കപ്പെട്ട സ്ഥിതികൾ, സ്റ്റക്കായി പോയി. സ്തോത്രം. നന്നായി ഓടിക്കൊടുന്ന വാഹനം പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കുന്നത് പോലെ നിന്നുപോയി. എത്ര സ്റ്റാർട്ടാക്കിയിട്ടും ഹല്ലേലൂയ
വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഒരുപാട് അധ്വാനിച്ചു, വേർത്ത് കുളിച്ച്, കയ്യിൽ കാശുമില്ല. വണ്ടി എത്രയെന്ന് പറഞ്ഞ് തള്ളി ഉരുട്ടും. സ്തോത്രം. വണ്ടിയെ ഒരു ഓരത്ത് ഒതുക്കി നിർത്താനും പറ്റത്തില്ല. വിലപിടിപ്പുള്ള വണ്ടിയാണ്. കള്ളന്മാർ അതിനെ കൊണ്ടുപോകും. ആ വാഹനം നീ വില കൊടുത്തു വാങ്ങിച്ചതാണ്. കാശില്ലാത്ത നീ അതിൽ അധ്വാനിച്ച് പല രീതിയിലും കായ്ക്കുടുക്കകത്ത് ഇട്ട സ്വരൂപിച്ച ഹല്ലേലൂയ ആ നാണയത്തുട്ടുകൾക്ക് നിന്റെ രക്തത്തിന്റെ വിലയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. രക്തം വേർപ്പാക്കി വാങ്ങിച്ച വാഹനം, പക്ഷെ പകുതി വഴിയിൽ ആ വാഹനം സ്റ്റാർട്ടാകുന്നില്ല. ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. ഇത്രയും ദൂരം തള്ളിക്കൊണ്ടുവരാനും പറ്റുന്നില്ല. കാശുണ്ടെങ്കിൽ ആ വണ്ടിയെ വീട്ടിൽ കൊണ്ടെത്തിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതേ അവസ്ഥയല്ലേ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നത്? എവിടെയൊക്കെയോ നിശ്ചലമാക്കപ്പെട്ടു. പെട്ടെന്ന് ഓടിക്കൊണ്ടിരുന്നു. സമ്പത്തുണ്ടായിരുന്നു. ആരുടെ ചോദിച്ചാലും കടം തരുമായിരുന്നു. ഇന്ന് ആരുടെ ചോദിച്ചാലും അവർ 10 പ്രാവശ്യം ആലോചിക്കും. 10 രൂപ തരാൻ എത്ര പ്രാവശ്യം? 100 തരാൻ 100 പ്രാവശ്യം. 1000 രൂപ തരാൻ 1000 പ്രാവശ്യം. 1 ലക്ഷം രൂപ ചോദിച്ച 1 ലക്ഷം പ്രാവശ്യം അവര് ആലോചിക്കും. എന്നറിയാമോ? നമ്മുടെ മുടി വരെ കീറി അവർ നോക്കും. ഇവൻ ഞാൻ കൊടുക്കുന്ന കാശ് തിരിച്ചു തരാൻ ഇവന് പ്രാപ്തിയുണ്ടോ ഇല്ലയോ എന്ന്. സ്തോത്രം. ഇന്ന് രാത്രി മടങ്ങുക. ഈ രാത്രി മടങ്ങുക. നിന്റെ സ്ഥിതികൾ മാറാൻ പോകുന്നു. യഹൂദേ, ഹല്ലേലൂയ. യഹൂദേ, ഞാൻ നിന്റെ സ്ഥിതിഗതികളെ മാറ്റുവാൻ പോകുന്നു. സ്തുതിക്കുന്നവനാണ് എങ്കിൽ ദൈവം നിന്റെ സ്ഥിതിഗതികളെ മാറ്റും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമം. ഇന്ന് രാത്രി എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ ഈ മെസ്സേജോടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അടുത്ത ആഴ്ച ഹല്ലേലൂയ എങ്ങനെയാണ് നമ്മുടെ സ്ഥിതിഗതികൾ മാറുന്നത്? സ്തോത്രം. അടുത്ത ആഴ്ച ഞാൻ പ്രകാരം ചിന്തിച്ചു. ആമേൻ. ഹല്ലേലൂയ. നിന്നെ ശുദ്രം ചെയ്ത് മയക്കിയത് അതിന്റെ ഹല്ലേലൂയ തുറമാനമായി ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഹല്ലേലൂയ ആ മെസ്സേജ് ആമേൻ ഹല്ലേലൂയ യഹൂദേ നിന്റെ സ്ഥിതിഗതികൾ മാറാൻ പോകുന്നു. നിനക്കൊരു കൊയ്ത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് കൊയ്ത്ത് എന്നതിനെ കുറിച്ച് അടുത്ത ആഴ്ച ഹല്ലേലൂയ ദൈവം നമ്മോട് ഇടപെടേണ്ടതിന് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം.